friends, welcome to my channel. Reporter speech ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, he says, comma, inverted comma, I am a teacher. Okay, I am a teacher. അപ്പോൾ നമ്മൾ ഇവിടെ അറ്റ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത്, ശ്രദ്ധിച്ച് കേൾക്കണം. അറ്റ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് റിപ്പോർട്ടിംഗ് വെർബ്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ടർ സ്പീച്ചിനോ ഡയറക്റ്റ് സ്പീച്ചിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് റിപ്പോർട്ടിംഗ് പാർട്ട്, അനദർ വൺ സ്പീച്ച് പാർട്ട്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിൽ വരുന്ന റിപ്പോർട്ടഡ് വെർബ്, ഏതാണെന്ന് നോക്കുക, ഏത് ടെൻസിന്റെ ഫോമിലാണെന്ന് നോക്കുക. അപ്പൊ ഇതെന്താണ്? സെയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 ആണ്. ഓക്കെ, സേ എന്ന് പറയാം V1, സെഡ് ആണ് ഏതാ V2, ആൻഡ് V3 ഏത് തന്നെയാണ്? സെഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ സെയ്സ് എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? V1 ആണ്. കാരണം V1 ഏത് ഫോം ഉണ്ട്? ഡു ഉണ്ട്, ഡസ് ഉണ്ട്. ഡു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം യൂസ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഡിഡ് ഫോം ആണ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്യാം റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസ് ആണ്. ഈ ഒരു സെന്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണ്. സോ സ്പീച്ച് പാർട്ടിലുള്ള സെന്റൻസിന്റെ പ്രസന്റ് ഫോമിലുള്ള കൺവേർഷനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഹി സേസ്. പിന്നെ കണക്റ്റിംഗ് വേർഡ്, ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. സോറി, ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇത് അസർട്ടീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കണക്റ്റിംഗ് വേർഡ് എന്താണ്? ദാറ്റ്. ഹി സേസ് ദാറ്റ് ഐ ആം എ ടീച്ചർ. ഐ എന്നുള്ളത് അവനാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി. ആം എന്നുള്ളത് പ്രസന്റിലുള്ള ചേഞ്ചസ് ആയതുകൊണ്ട് ഹി ഈസ് എ ടീച്ചർ. ഓക്കെ അല്ലേ? ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ ആ ബേസ് തൊട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, ഈസിയാണ്. മാർക്സ് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഹി സെഡ് കോമ ഇൻവെർട്ടഡ് കോമ ഐ ആം എ ടീച്ചർ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ റിപ്പോർട്ടിംഗ് പാർട്ടിലെ വെർബ് നോക്കുന്നു. സെഡ് നമുക്കറിയാം, സെഡ് ഏതാണ്? V2 ആണ്, പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ സ്പീച്ച് പാർട്ടിലുള്ള സെന്റൻസിന്റെ കറസ്പോണ്ടിങ് പാസ്റ്റിലേക്കുള്ള ചേഞ്ചസ് വരണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണെങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഹി സെഡ്, അപ്പോൾ നമ്മുടെ ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് സെഡ് ദാറ്റ് ഹി സെഡ് ദാറ്റ് ഐ ആം എ ടീച്ചർ. അപ്പോൾ ഐ എന്നുള്ളത് ഇവിടെ ഹി ആണ്. മീനിങ് വരുമ്പോൾ ഐ എന്നുള്ള എന്തായിട്ട് മാറും? ഹി. ഈ ആമിന് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ സെഡ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ ആം എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി വാസ് എ ടീച്ചർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഡിഫറൻസ്, രണ്ട് സെന്റൻസിലും ആൻസറിൽ വന്ന ഡിഫറൻസ്, റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ സെയ്സ് ആണ്, ഇവിടെ ഈസ് ആണ്. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, ഇവിടെ എന്താണ്? വാസ് ആണ്. വേറെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. കാരണം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ, ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണെങ്കിൽ സ്പീച്ച് പാർട്ടിലുള്ള സെന്റൻസിന്റെ പ്രസന്റ് ഫോമിലുള്ള ചേഞ്ചസ്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണെങ്കിൽ സ്പീച്ച് പാർട്ടിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ പാസ്റ്റിലുള്ള ചേഞ്ചസ്. ഈസി അല്ലേ? ഓക്കെ അല്ലേ? താങ്ക് യു.